ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് മഹാശിവരാത്രിയാണ്. രാവിലെ തന്നെ നമ്മളെ വീട്ടിലൊരു അതിഥി ഉണ്ടായിരുന്നു. അതിഥിക്ക് നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തു. അതൊക്കെ കഴിച്ച് സന്തോഷവാനായിട്ടാണ് പോയത്. അതിനുശേഷം ഞാനും അമ്മയും ചേട്ടനും കൂടി വീടിനടുത്തുള്ള അമ്പലത്തിൽ പോയി ശിവരാത്രി തൊഴുതു. പിന്നെ ഇന്ന് വ്രതത്തിലാണ്, ഞാനും ചേട്ടനും അമ്മയും വ്രതത്തിലാണ്. അപ്പോൾ എനിക്ക് മമ്മി ഗോതമ്പ് പുരട്ടി ഉണ്ടാക്കി തന്നായിരുന്നു. ഞാനതാണ് കഴിച്ചത്. ചേട്ടൻ ഉപ്പുമാവ് കഴിച്ചു. അപ്പോൾ ഒരു നേരമാണ് ഭക്ഷണം കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം 12 ശിവക്ഷേത്രത്തിൽ ശിവാലയ ഓട്ടം പോകാൻ വേണ്ടിയിട്ട് ഞാനും ചേട്ടനും പിന്നെ ഞങ്ങളുടെ ഒരു ബ്രദറായിട്ടുള്ള അനൂപേട്ടനും കൂടി പോയി. ആദ്യം നമ്മൾ മിത്രാനന്തപുരം ത്രിമൂർത്തി ക്ഷേത്രത്തിലാണ് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ നിന്ന് ഇനി 11 ക്ഷേത്രത്തിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അവിടുന്ന് ഞങ്ങൾ പോയത് കൽപ്പകനായകി ക്ഷേത്രമാണ്. ഇത് പുത്തൻതെരുവിനകത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചേട്ടാ, ഈ ക്ഷേത്രം ഏത്? ക്ഷേത്രം ഒന്ന് പറ. ഇത് പത്മനാഭസ്വാമിക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ ഉള്ള ക്ഷേത്രമാണ്, ശിവക്ഷേത്രം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലെ ശിവക്ഷേത്രം അല്ലേ? വൈകുണ്ഠം കല്യാണ മണ്ഡപം ഇതിൻ്റെയൊക്കെ അടുത്തേക്ക് വരും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലാണ് ഈ ക്ഷേത്രം. ഇവിടെ മതിലകം ദർശിനിയുടെ ഒരു പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. പത്മനാഭപ്രിയായിട്ടുള്ള മതിലകം ദർശിനിയുടെ ഒരു പ്രതിമയും പിന്നെ ഇവിടുത്തെ രാജാവിൻ്റെ ഒരു പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്കാണ് പോയത്. ഇവിടുന്ന് ഇനി അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകണം. നാലാമതായിട്ട് നമ്മൾ പോയത് ശ്രീകണ്ഠേശ്വരത്താണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്ഷേത്രമാണ് ശ്രീകണ്ഠേശ്വരം. ചേട്ടനും ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ഷേത്രത്തിലൊന്നാണ് ശ്രീകണ്ഠേശ്വരം. എപ്പോഴും വിശേഷ ദിവസങ്ങളിലെല്ലാം നമ്മളിവിടെ വന്ന് തൊഴാറുണ്ട്. നല്ല തിരക്കായിരുന്നു ഇത്തവണത്തെ ശിവരാത്രി മഹോത്സവത്തിനും. വളരെ കഷ്ടപ്പെട്ടാണ് ഭഗവാനെ കാണാൻ പറ്റിയത്. അഞ്ചാമത്തെ സ്ഥലത്തായിട്ട് പോകണം. അങ്ങനെ നമ്മൾ അഞ്ചാമത്തെ ക്ഷേത്രം പഴയ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രമാണ്. അവിടെയും നല്ല തിരക്കായിരുന്നു. ഗുരുവന്ദനം. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരു ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഞ്ച് ക്ഷേത്രങ്ങളിൽ തൊഴുതിറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ നന്നായിട്ട് ക്ഷീണിച്ചു. ഞാനും അനുപേണ്ണും ചേട്ടനും കൂടി അങ്ങനെ 3 ലൈം ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. നന്തൻകോടുള്ള ജ്യൂസ് ആൻഡ് ബൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കടയിൽ നിന്നാണ് ഇന്ന് ജ്യൂസ് കുടിച്ചത്. നമ്മളിനി നേരെ പോകുന്നത് നന്തൻകോട് മഹാദേവ ക്ഷേത്രത്തിലാണ്. നല്ല അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. മറ്റുള്ള ക്ഷേത്രത്തിൽ പോയപ്പോഴത്തേക്ക് ഇതുപോലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല തിരക്കായിരുന്നു. അപ്പുറത്ത്
ഏഴാമതായിട്ട് നമ്മൾ പോയത് ഇണ്ടളയപ്പ ക്ഷേത്രത്തിലാണ്. അവിടെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ടൊന്നും നിന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിരുന്നു. വരുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, കാവടിയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. ഓം നമഃ ശിവായ. ഓം ഹ്രീം നമഃ ശിവായ. എട്ടാമതായിട്ട് നമ്മൾ വന്നത് കല്ലയം ദേവി ക്ഷേത്രത്തിലാണ്. ഇവിടെ മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠയും. അങ്ങനെ ഇവിടെ നിന്ന് നേരെ നമ്മൾ വടക്കേടത്ത് പോകണം. നമ്മൾ പോയത് ഏണിക്കര വടക്കേടം ശിവക്ഷേത്രത്തിലാണ്. ഇവിടെ ഒരുപാട് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ നിന്ന് കാണാനൊന്നും വരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് തെക്കേടം വിഷ്ണു ക്ഷേത്രത്തിൽ പോയി. അത് 10ാമത്തെ ക്ഷേത്രമാണ്. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്ത് പോകുന്നത് വഴയില ഒരു മഹാദേവ ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെയാണ് പോകുന്നത്. അങ്ങനെ വഴയില ക്ഷേത്രത്തിലും പോയി. ഇനി നമ്മൾ 12ാമത്തെ ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. അവിടെയാണ് നമ്മൾ ശിവരാത്രി ഫുള്ള് രാത്രി വ്രതം എടുത്ത് ഓം നമഃ ശിവായൊക്കെ എഴുതി വലതൊക്കെ വയ്ക്കുന്നത് ആ ക്ഷേത്രത്തിലാണ്. കൊടപ്പനക്കുന്ന് കുന്നത്ത് മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. മഹാരാഷ്ട്രയിൽ നിന്ന് ആദേശ് ചോദിക്കുന്നു. അദ്ദേഹം ചോദിക്കുന്നു, നമസ്കാരം സദ്ഗുരു, മഹാമന്ത്ര ദീക്ഷയെക്കുറിച്ച് കൂടുതൽ അറിയാൻ എനിക്ക്. അങ്ങനെ നമ്മൾ മഹാദേവനെ കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി 108 വലത് വെക്കണം, 108 പ്രാവശ്യം ഓം ഹ്രീം നമഃ ശിവായ എഴുതണം. ആദ്യം കുറേ തവണ എഴുതിയിട്ട് കാലൊക്കെ വേദനിച്ചുകൊണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അടുത്ത നടന്ന് എഴുതാൻ വേണ്ടി തുടങ്ങും. ഓരോ വട്ടം നട വലത് വെച്ച് വന്നിട്ട് നടയുടെ ഫ്രണ്ടിൽ ഭഗവാനെ തൊഴുതാണ് ഓം ഹ്രീം നമഃ ശിവായ എഴുതുന്നത്. എല്ലാ വട്ടവും മഹാശിവരാത്രി വ്രതം എടുക്കുമെങ്കിൽ ഇത്തവണ നമ്മൾ 12 ക്ഷേത്രത്തിലും പോയി 108 വട്ടം വലതും വെച്ചു. അങ്ങനെ വിജയകരമായി 108 വട്ടം പൂർത്തീകരിച്ചു. ദീപാരാധന തൊഴുതു, പ്രസാദവും വാങ്ങി ഒരു 5:30 മണിയായപ്പോഴത്തേക്ക് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.